യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്കൊന്ന് വരാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 9-ാം വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കാമോ? യേശുക്രിസ്തുവിന്റെ അടക്കം നടക്കുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചക വരണ്യനായ യെശയ്യാവ് പ്രവചന കുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ലോകം യേശുവിന് കൊടുക്കാൻ ഉദ്ദേശിച്ച അടക്കം ദുഷ്ടന്മാരോടുകൂടെയാണ്. ഒരാമേനൊന്ന് പറ. എന്നാൽ ദൈവം പറയുകയാണ്, അവൻ സമ്പന്നനെ പോലെ അടക്കപ്പെടാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അവിടെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. സാധ്യതകളും സാഹചര്യങ്ങളും വെച്ച് നോക്കിയാൽ ലോകം ഉദ്ദേശിക്കുന്നതേ നടക്കാൻ സാധ്യതയുള്ളൂ. ഇനി ക്രൂശ് മരണം ആർക്കാ ലഭ്യമാകുക എന്ന് ഞാൻ പറയാം. അന്നത്തെ കാലത്ത് ക്രൂശ് മരണം കൊടുത്തിരുന്നത് റോമൻ അടിമകൾക്കാണ്. യജമാനന്റെ ഭാര്യയെ പീഡിപ്പിക്കുക, മക്കളെ നശിപ്പിക്കുക, മോഷണം നടത്തുക, പിടിച്ചുപറി നടത്തുക, അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുക, രാജ്യദ്രോഹ കുറ്റം ചെയ്യുക, അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന ക്രൂരന്മാരായ അടിമകൾക്കാണ് ഈ ക്രൂശു മരണം കൊടുത്തിരുന്നത്. അങ്ങനെ ക്രൂശിക്കപ്പെടുന്നവരാരും പെട്ടെന്ന് മരിക്കാറില്ല. 2 ദിവസത്തിൽ താഴെ മരിക്കാറില്ല. 5 ദിവസത്തിൽ കൂടുതലൊട്ട് കിടക്കാറുമില്ല. 2 ദിവസത്തിനും 5 ദിവസത്തിനും ഇടയ്ക്കുള്ള ഇടവേളയിൽ ഇവർ ക്രൂശിൽ കിടന്ന് മരിക്കും. ആ മരണം പ്രാകൃതമാണ്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളൊക്കെ ഇവരുടെ മാംസം കൊത്തിപ്പറിച്ച് അതിഭയാനകമായ അതിവേദനാജനകമായ മരണമാണ് ഇങ്ങനെയുള്ളവർക്ക് കിട്ടുക. അപ്പൊ കൊടും ക്രിമിനലുകൾക്കാണ് ഇങ്ങനെയുള്ള ക്രൂശ് മരണം കിട്ടുക എന്നുള്ളത് കൊണ്ട് ഇവരുടെ ശേഷിക്കുന്ന ആ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടല്ലോ, അത് മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വരില്ല. കാരണം ഞങ്ങളുടെ ഇന്നാരാണ് ഇങ്ങനെ മരിച്ചതെന്ന് ആരും അറിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡെഡ് ബോഡി സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വരില്ല. അനാഥ പ്രേതങ്ങളെ കുഴിച്ചിടുന്നിടത്ത് ഇങ്ങനെയുള്ള മൃതശരീരങ്ങൾ മറവ് ചെയ്യുകയാണ് പതിവ്. അപ്പൊ ലോകം യേശുവിന് ഒരുക്കിയിരുന്ന അടക്കം എങ്ങനെയാണെന്നറിയാമോ? ദുഷ്ടന്മാരോട് കൂടെ. കൊടും ക്രിമിനലുകളെ ആരോരും ആ മൃതശരീരം ഏറ്റെടുക്കാനില്ലാതെ പരദേശികളെ കുഴിച്ചിടുന്നത് പോലെ ആ ശരീരം കുഴിച്ചിടപ്പെടണം. അതായിരുന്നു ലോകം ഒരുക്കിയത്. സാധ്യത വെച്ച് നോക്കിയാൽ അതിനായിരുന്നു എളുപ്പം. പക്ഷെ ദൈവം പറഞ്ഞു, ദുഷ്ടന്മാരോട് കൂടെയല്ല അവൻ അടക്കപ്പെടാൻ പോകുന്നത്, അവനൊരു സമ്പന്നനെ പോലെ. അധരം തുറന്ന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാനൊരു കാര്യം പറയുന്നു, പറഞ്ഞത് ദൈവമല്ലേ?